Hello friends, let me introduce Dr. V. Narayan Iyer. He is working as HSST in Botany, BJSM Madathil Higher Secondary School, Tazhava North, Karunagapalli, Kollam. I cordially invite all of you to this activity-oriented online +1 botany class. Once again, I welcome you all. കൈവല്യമേ കരളിൽ തെളിയും കിടാവിളക്കേ കാലങ്ങൾ തന്നിരും സാന്നിധ്യമേ പ്രണാമം പ്രണാമം പ്രണാമം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫ്ലോറസൻസ് ആണ്. Okay, what is an inflorescence? See, ഈ flower നോക്കി. How many flowers present here? Only one flower. See this flower. How many flowers? Many flowers. Okay. So a group of flowers seen on common axis is called an inflorescence. What is an inflorescence? A group of flowers seen on common axis is called an inflorescence. Okay. പൂങ്കുല എന്ന് പറയും മലയാളത്തിൽ അല്ലേ? അപ്പോ ദിസ് ഈസ് ഇക്സോറ. ഇക്സോറ ഫ്ലവർ എന്ന് പറയുന്നത് സോളിറ്ററി ഫ്ലവർ അല്ല, ഇൻഫ്ലോറസൻസ് ആണ്. ഈ ഫ്ലവർ നോക്കിയേ. ഈസ് ഇറ്റ് സോളിറ്ററി ഫ്ലവർ ഓർ ഇൻഫ്ലോറസൻസ്? സോളിറ്ററി ഫ്ലവർ. ഈ ഫ്ലവർ നോക്കൂ. ഈസ് ഇറ്റ് സോളിറ്ററി ഫ്ലവർ ഓർ ഇൻഫ്ലോറസൻസ്? സോളിറ്ററി ഫ്ലവർ. ഓക്കെ. നേരെ മറിച്ച് ഈ ഫ്ലവർ നോക്കിയേ. ദിസ് ഈസ് കോസ്മോസ്. നമ്മുടെ ബേസിക് ഗ്രൂപ്പിലെ ഒരു ഫ്ലവർ ആണ്. ഓക്കെ. ബേസിക് ഗ്രൂപ്പ് എല്ലാം തന്നെ ഈ കാറ്റഗറി വരുന്നതാണ്. പക്ഷെ ഈ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സോളിറ്ററി ഫ്ലവർ ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലോറസൻസ്. കണ്ടോ? അപ്പൊ നമ്മളെ ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഫ്ലവർ ആണിത്. ഓക്കെ. ദിസ് ഈസ് നോട്ട് സോളിറ്ററി ഫ്ലവർ, ദിസ് ഈസ് ആൻ ഇൻഫ്ലോറസൻസ്. കാരണം ഇത് മുറിച്ച് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി സ്മോൾ ഫ്ലവേഴ്സ്, വെരി കോമ്പാക്ട്ലി പാക്ഡ്. കേട്ടോ? ഇതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്. ഓക്കെ. സ്മോൾ ഫ്ലവേഴ്സ് ആണ് അഗ്രിഗേറ്റ് ടുഗദർ. സ്റ്റോക്ക് ഓഫ് ആൻ ഇൻഫ്ലോറസൻസ് ഈസ് കാൾഡ് peduncle. Okay. The inflorescence is broadly classified into two types. There, first one racemose inflorescence, second one cymose inflorescence. Okay. ഈ ഫ്ലവേഴ്സ് എല്ലാം നോക്കിയേ. ഇതെല്ലാം എന്താണ്? റെസിമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ക്രോട്ടലേറിയ, സിസാൽപീനിയ എക്സെട്ര. ഓക്കെ. നേരെ മറിച്ച് സൈമോസ് ഇൻഫ്ലോറസൻസ് നോക്കി. ജാസ്മിൻ, ജാസ്മിനം, ഇക്സോറ എല്ലാം സൈമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് എ റെസിമോസ് ഇൻഫ്ലോറസൻസ്? ഇൻ ദ കേസ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസൻസ്, the peduncle does not ends in a flower. Such type of inflorescence is called racemose inflorescence. The peduncle does not ends in a flower. That type of inflorescence is called racemose inflorescence. Flowers may be either arranged either sides of the peduncle or seen as groups on terminal side of the peduncle. Okay. Accordingly, the succession or arrangement of flowers are of two types in racemose: acropetal and centripetal. What is an acropetal succession? Diagram നോക്കിയേ. Older flowers seen at the base of the peduncle and younger flowers seen towards the terminal side. This arrangement of flowers is called acropetal succession. Whereas in centripetal succession, the young flowers seen at the center and older flowers seen on peripheral side. That type of arrangement is called സെൻട്രിപീറ്റൽ സക്സഷൻ. അപ്പൊ ഈ രണ്ട് അറേഞ്ച്മെന്റ് ക്ലിയർ ആയല്ലോ. ഈ രണ്ട് അറേഞ്ച്മെന്റ് ആണ് മെയിൻ ആയിട്ട് റെസിമോസ് ഇൻഫ്ലോറസൻസിൽ കാണുന്നത്. ഓക്കെ. ദെൻ സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ്, ദ peduncle ends in an older flower. On either side, two young flowers. Okay. This arrangement is called basipetal succession. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് 3 ആണ് ഇവിടെ ഫ്ലവേഴ്സ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇത് 3 കൂടുതൽ കാണുകയാണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കും കാണുന്നത്. അതിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഫ്ലവേഴ്സ് കാണാം.
ഓക്കെ, പക്ഷേ അറേഞ്ച്മെന്റ് ഇതുപോലെ ആയിരിക്കും. ഓൾഡർ ഫ്ലവേഴ്സ് സീൻ അറ്റ് ദി സെന്റർ ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് സീൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദി പിഡങ്കിൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജാസ്മിൻ. ഓക്കെ, അതുപോലെ തന്നെ ഇക്സോറ. ഇക്സോറയിൽ നിങ്ങൾ ആ ചെറിയ യൂണിറ്റ് നോക്കുമ്പോൾ യു ക്യാൻ സി 3 ഫ്ലവേഴ്സ്. ഓക്കെ, ഈ ബേസിക് പെറ്റൽ സക്സഷൻ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? The next topic is types of flowers. Flowers are broadly classified into 3 types based on the position of ovary. They are hypogynous, perigynous and epigynous. Okay, first one, hypogynous. Hypo എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താണ്? ബിലോ. ബിലോ ഗൈനീഷ്യം റിമൈനിങ് ഫ്ലവർ വേർഡ്സ് അറൈസ് എന്നാണ് മീനിങ്. ഓക്കെ, ബിലോ ഗൈനീഷ്യം റിമൈനിങ് ഫ്ലവർ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും ഫ്ലവർ വേർഡ്സ്? കാലിക്സ്, കൊറോള ആൻഡ്രീഷ്യം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ പൊസിഷൻ ഓഫ് ഓവറി എന്താണ്? സുപ്പീരിയർ ആണ്. ഓക്കെ, സോ ഇൻ ഹൈപ്പോഗൈനസ് ഫ്ലവർ പൊസിഷൻ ഓഫ് ഓവറി ഈസ് സുപ്പീരിയർ. അതിന് എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പെരിഗൈനസ് ഫ്ലവേഴ്സ്. ഇൻ പെരിഗൈനസ് ഫ്ലവേഴ്സ് ദി തലാമസ് ഫോം എ കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദ ഗൈനീഷ്യം ഓർ കാർപ്പൽ situated in the center of the cup. Okay, and the remaining parts such as calyx, corolla and androecium arise from the rim of the cup. അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ ഓഫ് ഓവറി നോക്കുകയാണെങ്കിൽ നോട്ട് കംപ്ലീറ്റ്ലി ഇൻഫീരിയർ, നോട്ട് കംപ്ലീറ്റ്ലി സുപ്പീരിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് പറയാം? പാർഷ്യലി ഇൻഫീരിയർ ആൻഡ് പാർഷ്യലി സുപ്പീരിയർ. സോ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് കാൾഡ് പെരിഗൈനസ്. പി ഫാമിലിയിലെ മെജോറിറ്റി ഫ്ലവേഴ്സും പെരിഗൈനസ് ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, എപ്പിഗൈനസ്. Epi means above. Above the gynoecium, remaining flowers arise എന്നാണ് മീനിങ്. ഓക്കെ, സോ ഇൻ എപ്പിഗൈനസ് ഫ്ലവർ ദ പൊസിഷൻ ഓഫ് ഓവറി ഈസ് ഇൻഫീരിയർ. ഓക്കെ, ഇപ്പോൾ ഗ്വാവ അഥവാ പേരയുടെ പൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓവറി ബിലോ ആയിരിക്കും, പൊസിഷൻ ഇൻഫീരിയർ ആയിരിക്കും. ഓക്കെ, റിമൈനിങ് ഫ്ലവേഴ്സ് കംപ്ലീറ്റ്ലി അറൈസ് ഫ്രം ദി ടെർമിനൽ പോർഷൻ ഓഫ് ദി ഓവറി. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് കാൾഡ് എപ്പിഗൈനസ്. ക്ലിയർ ആയല്ലോ? ദി നെക്സ്റ്റ് ടോപ്പിക്, estivation. The mode of arrangement of sepals or petals in a flower bud is called estivation. Estivation is broadly classified into 4 types. First one valvate, second one twisted, third one imbricate, fourth one vexillary. First one valvate. ഇപ്പോൾ സെപ്പൽ ഓർ പെറ്റൽ, ഇപ്പോൾ 2 സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ both the sepal or petal face to face each other. This face to face arrangement is called valvate. ഓക്കെ, മിക്കവാറും ഫ്ലവേഴ്സിന്റെ ഫ്ലവർ ബഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചില ഫ്ലവേഴ്സ് ഓപ്പൺ ആയാലും നമുക്ക് അതുപോലെ തന്നെ ഇരിക്കും, വ്യത്യാസം വരില്ല. അപ്പോൾ ബഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലപോലെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ട്വിസ്റ്റഡ്. ഒരു പെറ്റലിന്റെ ഒരു പാർട്ട് അടുത്ത പെറ്റലിന്റെ അപ്പർ സൈഡും അനദർ പാർട്ട് വേറൊരു പെറ്റലിന്റെ ലോവർ സൈഡ് വേണ്ടിയിരിക്കും, അതായത് ഓവർലാപ്പിംഗ്. ഇത് റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ എന്ത് പറയാം? ട്വിസ്റ്റഡ്. സോ സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ റെഗുലർ ഓവർലാപ്പിംഗ് ഈസ് കാൾഡ് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്, കൊറോള ഓഫ് ഹിബിസ്കസ്, അതുപോലെ കൊറോള ഓഫ് അലമാൻഡ, എല്ലാം ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ആ ബഡ് കട്ട് ചെയ്ത സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബഡ് കട്ട് ചെയ്ത് ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതിന്റെ സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, then third one, imbricate. Irregular overlapping of sepals or petals is called imbricate estivation. ഓക്കെ, അവിടെ നമ്മൾ അറേഞ്ച് നോക്കുമ്പോഴത്തേക്കും 1+1+3 ആയിരിക്കും. 5 petals ഉണ്ടെങ്കിൽ 1 കംപ്ലീറ്റ്ലി ഔട്ട്, 1 കംപ്ലീറ്റ്ലി ഇൻ, 3 ഓവർലാപ്പിംഗ്, അങ്ങനെ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇറഗുലർ ഓവർലാപ്പിംഗ് ഈസ് കാൾഡ് ഇംബ്രിക്കേറ്റ്. ദെൻ ഫോർത്ത് വൺ, വെക്സിലറി. പി ഫാമിലിയുടെ കോമൺ ക്യാരക്ടറാണ് വെക്സിലറി എസ്റ്റിവേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3 types of petals are seen. A large petal called standard petal, 2 wing-like petals called wing petals, 2 boat-like petals called keel petals. ഓക്കെ, ഇവിടെ keel petals മാത്രം യുണൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 1+2+2 യുണൈറ്റഡ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, പി ഫാമിലിയിലെ പി ഫ്ലവേഴ്സ് എല്ലാം തന്നെ വെക്സിലറി എസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇന്നത്തെ +1 ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. Students, I hope you have enjoyed this online +1 botany class. So we'll meet soon with another interesting topic on the very next class.
Till then, goodbye.